ഹലോ ഗൈസ്, മിനിയാന്ന് ഞാനും അതുനും പിനാക്ഷിയും കൂടെ ലുലു മാളിലൊന്ന് പോയി. ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഔട്ടിങ്. കോഴിക്കോട് ബസ് കയറി മാങ്കാവ് ഇറങ്ങി ലുലുവിലേക്ക് നടന്നു. അന്ന് അപ്പുട്ടാട്ടിൻ്റെ കൂടെ പോയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ലുലുവിൽ പോകണമെന്ന്. ഇതും കൂടെ ചേർത്ത് രണ്ടാമത്തെ വട്ടം. ഞങ്ങളുടെ മൂന്നാളവസ്ഥയും അതുപോലെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതാണ്ട് മണ്ടൻ ലണ്ടനിൽ പോയ അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. ആദ്യം തന്നെ കണ്ടത് സ്റ്റാർബക്സാ. പക്ഷെ അതിൻ്റെ ഹിസ്റ്ററി നന്നായിട്ട് അറിയണോണ്ട് പെട്ടെന്ന് അവിടുന്ന് എസ്കേപ്പായി. എന്നിട്ട് മുകളിലേക്ക് പോയിട്ട് ആദ്യം കണ്ട ഷോപ്പിൽ കയറി. ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ മിറേഴ്സും. പക്ഷെ ആവശ്യമില്ലാത്തൊന്നും വാങ്ങി പൈസ കളയണ്ടെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ട് വേഗം പോന്നു. പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി. അത് കഴിഞ്ഞ് 3rd ഫ്ലോറിലേക്ക് വിട്ടു. അവിടെ ഫുഡ് ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു ഭാഗത്ത് നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോസ് അവിടെ നിന്ന് ക്ലിക്ക്. മെയിനായിട്ട് ഫുഡ് അടി ആയിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഒരു ചിക്കൻ നഗറ്റ്സ് വാങ്ങി ഫുഡ് അടി സ്റ്റാർട്ട് ചെയ്തു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 3 പീസസ് ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല ചൂടുണ്ടായിരുന്നു. അത് ആ മയോനൈസിൽ മുക്കി അങ്ങോട്ട് വായിലേക്ക് വെച്ചപ്പോൾ വാവ്, അധികം വൈകാതെ ഞങ്ങൾ ആ പാത്രം കാലിയാക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗെയിം സെക്ഷനിലൊന്ന് പോയി നോക്കി. അവിടുന്ന് ഈ ഒരു ഗെയിം കളിക്കണമെന്ന് പീനാക്ഷിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു പാക്കേജ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ടെലിഫോണിന്റെ ക്രിയേഷൻ കണ്ടപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. എന്നിട്ട് ലിഫ്റ്റ് കയറി ഒറ്റയടിക്ക് താഴത്തിറങ്ങി ഹൈപ്പർ മാർക്കറ്റിൽ പോയി. അവിടെ ഞങ്ങൾ കുറച്ചധികം നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഓരോ വലിയ വലിയ സാധനങ്ങൾ എടുത്ത് അതിൻ്റെ പ്രൈസ് നോക്കി അതേപോലെ തിരിച്ചു വെക്കലായിരുന്നു ഞങ്ങളുടെ പണി. എന്നാലും കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങുകയും ചെയ്തു കേട്ടോ. ഈ ഒരു ഉപ്പിലിട്ട പേരക്കേൻ്റെ സാധനം അവിടുന്ന് വാങ്ങിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു മാംഗോ ജ്യൂസ്, പിന്നെ ഈ ഒരു ബ്രെഡിൻ്റെ ഈ ഒരു സാധനം. ഇത് ഒരു ആവറേജ് ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ ബോണ്ടേൻ്റെ മസാല ഉള്ളിൽ വെച്ച് പൊരിച്ചെടുത്ത സാധനം. എനിക്ക് വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. അത് കടിച്ചപ്പോൾ വലിയ കഷ്ണമായി പോയി, വായിലങ്ങോട്ട് നടന്നു. ഇത് കണ്ടപ്പോൾ അതുഞ്ഞ് ബാക്കിൽ നിന്ന് കോമഡി അടിക്കാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ ചിരി മുട്ടിയിട്ട്. ഇതുപോലെ ഫുഡ് കഴിക്കും കോമഡി അടിച്ച് ചിരിപ്പിക്കുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടോ ഗൈസ്? അത് കഴിഞ്ഞ് ലുലുവിലെ ഏറ്റവും അടിയത്തെ ഫ്ലോറിലേക്ക് ഞങ്ങൾ പോയി. അവിടെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ നേരം വൈകിക്കാതെ വേഗം ലുലുവിൽ നിന്ന് ഇറങ്ങി.